ലേവ്യ പുസ്തകം അധ്യായം 6. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തു, ആരെങ്കിലും കൽപ്പന ലംഘിച്ച് ദൈവത്തോട് അതിക്രമം ചെയ്ത് തൻ്റെ കൈവശം ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വച്ചതിനെയോ മോഷണ കാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് വ്യാജം പറയുകയോ കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയോ കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് വ്യാജം പറഞ്ഞ് മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളിലെല്ലാം കള്ളസത്യം ചെയ്യുകയോ ചെയ്തിട്ട് അവൻ കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ കൈവശം ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതെല്ലാം മുതലോട് 5-1 കൂട്ടി തിരികെ കൊടുക്കണം. അകൃത്യയാഗം കഴിക്കുന്ന ദിവസം അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം. അകൃത്യയാഗത്തിനായിട്ട് അവൻ നിന്റെ നിർദ്ദേശം പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ ദൈവത്തിന് അകൃത്യയാഗമായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ ദൈവസന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ അകൃത്യമായി ചെയ്തതെല്ലാം അവനോട് ക്ഷമിക്കപ്പെടും. വിശുദ്ധ സ്ഥലത്തെ അഗ്നി നീ കെടുത്തരുത്. ദൈവം വീണ്ടും മോശയോട് അരുളി ചെയ്തത്, നീ അഹ്റോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, ഹോമയാഗത്തിൻ്റെ നിയമം ഇതാകുന്നു. ഹോമയാഗം രാത്രി മുഴുവനും പ്രഭാതം വരെ യാഗപീഠത്തിന്മേലുള്ള വിറകിന്മേൽ ഇരിക്കുകയും യാഗപീഠത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ പഞ്ഞി നൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞി നൂൽ കൊണ്ടുള്ള ഉൾവസ്ത്രവും ധരിച്ച് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായ ചാരം എടുത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്ത് ഇടണം. അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് ചാരം കൊണ്ടു പോകണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ രാവിലെ തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാനയാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഭോജനയാഗത്തിൻ്റെ നിയമം ഇതാകുന്നു. അഹറോന്റെ പുത്രന്മാർ ദൈവസന്നിധിയിൽ യാഗപീഠത്തിൻ്റെ മുമ്പിൽ അത് അർപ്പിക്കണം. ഭോജനയാഗത്തിൻ്റെ നേരിയ മാവിൽ നിന്ന് എണ്ണയിൽ നിന്നും കൈ നിറച്ചും ഭോജനയാഗത്തിന്മേലുള്ള കുന്തുരുക്കവും മുഴുവനും എടുത്ത് അർപ്പണയാഗപീഠത്തിന്മേൽ കർത്താവിന് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. അതിൻ്റെ ശേഷിപ്പ് അഹ്റോനും പുത്രന്മാരും ഭക്ഷിക്കണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വച്ച് അത് പുളിപ്പില്ലാത്തതായി ഭക്ഷിക്കണം. സമാഗമന കൂടാരത്തിൻ്റെ അങ്കണത്തിൽ വച്ച് അത് ഭക്ഷിക്കണം. അത് പുളിച്ച മാവ് കൂട്ടി ചുടരുത്. എൻ്റെ ദഹനയാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവർക്ക് ഓഹരിയായി കൊടുത്തിരിക്കുന്നു. അത് പാപയാഗ പോലെയും അകൃത്യയാഗം പോലെയും അതിവിശുദ്ധം. അഹറോന്റെ മക്കളിൽ എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം. ദൈവത്തിൻ്റെ ദഹനയാഗങ്ങളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു. അതിനെ തൊടുന്നവൻ എല്ലാം വിശുദ്ധനായിരിക്കണം. ദൈവം പിന്നെ മോശയോട് അരുളി ചെയ്തത്, അഹറോന് അഭിഷേകം കഴിയുന്ന ദിവസം
അവനും പുത്രന്മാരും ദൈവത്തിന് കഴിക്കേണ്ട വഴിപാട് ഒരു ഇടങ്ങഴി നേരിയ മാവിൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാഗമായി അർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് ചട്ടിയിൽ ചുടണം. അത് കുതിർത്ത് കൊണ്ടുവരണം. ചുട്ട കഷണങ്ങൾ ഭോജനയാഗമായി കർത്താവിന് സൗരഭ്യവാസനയായി അർപ്പിക്കണം. അവൻ്റെ പുത്രന്മാരിൽ അവന് പകരം അഭിഷേകം പ്രാപിക്കുന്ന പുരോഹിതനും അത് അർപ്പിക്കണം. എന്നേക്കുമുള്ള നിയമമായി അത് മുഴുവനും കർത്താവിന് ദഹിപ്പിക്കണം. പുരോഹിതന്റെ ഭോജനയാകും മുഴുവനും ദഹിപ്പിക്കണം, അത് തിന്നരുത്. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹ്റോനോടും പുത്രന്മാരോടും പറയേണ്ടത്, പാപയാഗത്തിൻ്റെ പ്രമാണം ഹോമയാഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെയും ദൈവസന്നിധിയിൽ അറുക്കണം. അത് അതിവിശുദ്ധം. പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് ഭക്ഷിക്കണം. സമാഗമന കൂടാരത്തിൻ്റെ അങ്കണത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. അതിൻ്റെ മാംസം തൊടുന്നവനെല്ലാം വിശുദ്ധീകൃതർ ആകും. അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തെറിച്ചാൽ അത് വീണ ഭാഗം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് വേവിച്ച മൺപാത്രം ഉടച്ചു കളയണം. ചെമ്പുകലത്തിൽ വേവിച്ചു എങ്കിൽ അത് തേച്ച് വെള്ളം കൊണ്ട് കഴുകണം. പുരോഹിത കുലത്തിലെ പുരുഷന്മാരെല്ലാം അത് ഭക്ഷിക്കണം. അത് അതിവിശുദ്ധം. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കുവാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ ഭക്ഷിക്കരുത്. അത് തീയിലിട്ട് ചുട്ടുകളയണം. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.